ഹലോ, എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന നല്ല അടിപൊളി ടേസ്റ്റായിട്ട് ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെ കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റിയായിട്ട് ചിക്കൻ കറി കേട്ടോ. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ കറിക്ക് ആവശ്യമായിട്ടുള്ള സവാളയും തക്കാളിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 3 വലിയ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു വലിയ തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 7-8 പച്ചമുളക്, അതുപോലെ വലിയ ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കേട്ടോ. അപ്പോൾ പച്ചമുളക് അത്യാവശ്യം എരിയുള്ളത് തന്നെ എടുക്കണേ. നമുക്ക് ആദ്യം ഒരു കടായി വെച്ച് കൊടുക്കാം. കടായി ചൂടായ ശേഷം നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായ ശേഷം അതിലേക്ക് 2 ഏലക്ക, 1 ഗ്രാമ്പു, 1 കഷ്ണം പട്ട അതിട്ട് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുത്ത ശേഷം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1 സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ എടുത്ത് വെച്ചാൽ പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാമേ. ഇത് നല്ലതുപോലെ ഒന്ന് വഴണ്ട് വരട്ടെ. നല്ലതുപോലെ വഴണ്ട് വന്ന ശേഷം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാട്ടോ ഈ കറി. അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമ്മൾ തേങ്ങാപ്പാലിലാട്ടോ ഈ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് നല്ലതുപോലെ വഴണ്ട് വന്ന ശേഷം ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലതുപോലെ ഇത് ഒന്ന് വഴറ്റി കൊടുക്കണം. ഇതിൻ്റെ ആ പച്ച മണം എല്ലാം മാറുന്ന വരെ നല്ലതുപോലെ വഴറ്റി കൊടുക്കാം കേട്ടോ. ഇത് നല്ലതുപോലെ വഴണ്ട് വന്ന ശേഷം വേണം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാൻ. നല്ലതുപോലെ വഴണ്ടു അതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ 1/2 സ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ 1/2 സ്പൂൺ ചിക്കൻ മസാല. ഇത്രയും മതി നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാം കേട്ടോ. മുളക് പൊടി കുറച്ച് മതി. നമ്മൾ കുരുമുളക് പൊടിയും പച്ചമുളകും ആട്ടോ ഇതിനകത്ത് കൂടുതലായിട്ട് ചേർക്കുന്നത്. അപ്പോൾ ഇതിന് കൂടുതലായിട്ട് എരി നിൽക്കുന്നത് കുരുമുളകിൻ്റെയും പച്ചമുളകിൻ്റെയും ആട്ടോ. അപ്പോൾ മുളക് പൊടി കുറച്ച് മതിയേ. ഇനി നല്ലതുപോലെ ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ വഴറ്റി കൊടുക്കാം. നല്ലതുപോലെ വഴണ്ട് വന്ന ശേഷം നമുക്കതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ലതുപോലെ സവാള വഴണ്ട് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇനി നമുക്ക് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളിയും കൂടെ ചേർത്ത് നല്ലതുപോലെ അതും വഴണ്ട് വരുന്നതുവരെ വഴറ്റി കൊടുക്കണേ. വലിയ തക്കാളി ആണെങ്കിൽ ഞാൻ 1 എടുത്തുള്ളൂ, ചെറുതാണെങ്കിൽ 2 എടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇത് നല്ലതുപോലെ ഉടഞ്ഞ് വരട്ടെ വഴണ്ട്. ഇപ്പോൾ തക്കാളി നല്ലതുപോലെ വഴണ്ട് വന്ന 2 കരിയാപ്പിലയും ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കിയെടുക്കുന്നുണ്ട്. ഇനി നല്ലതുപോലെ ഇത് ഇളക്കിയെടുത്ത ശേഷം ഇനി 1/2 സ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്ത ശേഷം ഇനി നമുക്കിതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ച് ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ചിക്കൻ എല്ലാം ഇട്ട് കൊടുത്ത ശേഷം നല്ലതുപോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണേ. ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ടാട്ടോ ഞാൻ ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ എല്ലായിടത്തും ഈ അരപ്പ് പിടിക്കാൻ കണക്കിന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാമേ. ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് ഒഴിക്കുന്ന തേങ്ങാപ്പാലാട്ടോ. തേങ്ങയുടെ 2ാം പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. 1 കപ്പ് 2ാം പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ല കട്ടിക്ക് തന്നെ എടുത്തിട്ടുണ്ട്. അത് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതിലാട്ടോ ഇത് വെന്ത് വരുന്നത്. നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഫ്ലെയിം ഞാൻ കൂട്ടി തന്നെ ആട്ടോ വെച്ചേക്കാം. നല്ലതുപോലെ തിളച്ച ശേഷം നമുക്ക് ഫ്ലെയിം കുറച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് 1-2 പ്രാവശ്യം തുറന്ന് നോക്കുകയൊക്കെ ചെയ്യണം കേട്ടോ. തുറന്ന് ഇളക്കിയൊക്കെ ഒന്ന് കൊടുക്കണേ. അപ്പോൾ ഇപ്പോൾ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. നല്ലതുപോലെ തിളച്ച ശേഷം ഞാൻ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത് 1/2 സ്പൂൺ കുരുമുളക് പൊടി കേട്ടോ. കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാമേ. വെന്ത് വരട്ടെ. അപ്പോൾ ഏകദേശമൊക്കെ ഇപ്പോൾ വെന്ത് വരുന്നുണ്ട്, വെന്തിട്ടുമില്ല. അപ്പോൾ ആ ഒരു പരിവായി. ഇനി ചാറ് കുറച്ചുകൂടെ കിടപ്പം ഇതൊന്നുകൂടെ കുറുകി വരണം കേട്ടോ. അപ്പോൾ നല്ലതുപോലെ ഇളക്കിയ ശേഷം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1/2 സ്പൂൺ ഉപ്പാട്ടോ. ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് കുറവാണ്. അപ്പോൾ ശകലം കൂടെ ഉപ്പിട്ട് കൊടുക്കുകയാണ്. വീണ്ടും നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്ത ശേഷം വീണ്ടും നമുക്ക് അടച്ചു വയ്ക്കാമേ. ഇപ്പോൾ ഏകദേശം ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന അണ്ടിപ്പരിപ്പ് അരച്ചതാട്ടോ. അപ്പോൾ ഇതൊന്ന് നമുക്ക് അരച്ചെടുക്കണം. നല്ലതുപോലെ അരച്ചെടുത്തിട്ട് നമുക്ക് ചേർക്കാം. അണ്ടിപ്പരിപ്പ് 10-15 എത്രയായാലും കുഴപ്പമില്ല. അത് നമ്മുടെ കയ്യിലുള്ളതനുസരിച്ച് ചേർത്ത് കൊടുക്കാമേ. അത് നല്ലതുപോലെ അരച്ച ശേഷം നമുക്കിപ്പോൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാമേ.
ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഉപ്പൊക്കെ നോക്കണം കേട്ടോ, കറക്റ്റ് ആണോ നോക്കണം, ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ടോ എന്ന് നോക്കണം. എന്നിട്ട് നമുക്ക് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇപ്പം ഞാൻ ശകലം പെരുംജീരകം പൊടിച്ചതായിട്ട് ഇട്ടിച്ച് കൊടുക്കുന്നത്, പെരുംജീരകം പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വീണ്ടും നല്ലതുപോലെ ഇളക്കിയ ശേഷം വീണ്ടും ഞാൻ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ കുരുമുളകിൻ്റെയൊക്കെ അളവ് നമുക്ക് ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കാം കേട്ടോ. കാരണം മുളക് പൊടി നമ്മൾ കുറച്ചല്ലേ ചേർത്തുള്ളൂ, അപ്പോൾ എരി നിൽക്കണം, എരി വേണമല്ലോ. അപ്പം കുരുമുളകിൻ്റെയും പച്ചമുളകിൻ്റെ എരിയാട്ടോ മുന്നിട്ട് നിൽക്കുന്നത്. ഇനി ലാസ്റ്റ് ഇത് പറ്റി വന്ന ശേഷം നമ്മൾ തേങ്ങയുടെ 1/4 പാലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ചൂടാക്കിയ ശേഷം നമുക്കൊന്ന് വാങ്ങി വെച്ചിട്ട് ഒന്ന് ഉള്ളി മൂപ്പിച്ചിടാമേ. അപ്പോൾ നല്ലതുപോലെ ഇളക്കി നല്ലതുപോലെ ചൂടാവുന്നത് വരെ നല്ലതുപോലെ ആവി കയറുന്നത് വരെ നല്ലതുപോലെ ഇളക്കി കൊടുക്കണേ. കൈ എടുക്കാതെ തന്നെ നല്ലതുപോലെ നമുക്ക് ഇളക്കി കൊടുത്ത ശേഷം ശകലം മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് ഒന്നുകൂടെ ഇളക്കിയിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം. നല്ലതുപോലെ ആവി കയറിയ ശേഷം കേട്ടോ ഞാൻ ഇത് മാറ്റി വയ്ക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതിലേക്കൊന്ന് കടുക് വറുത്തിടണം. ഇപ്പോൾ നല്ലതുപോലെ ചൂടായി കേട്ടോ. ഇനി നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കടുക് വറുത്തിടാം. തടുക്കാപ്പാൻ ഞാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ചൂടായ ശേഷം 1 സ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് കടുക് പൊട്ടിയ ശേഷം ഒരു 3-4 ചുമന്നുള്ളിയും കരിയാപ്പിലയും ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. നല്ലതുപോലെ മൂത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 1/4 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി കേട്ടോ ചേർത്ത് കൊടുക്കുന്നൊരു കളറിന് വേണ്ടി അതും കൂടെ ചേർത്ത് ഇളക്കിയ ശേഷം നമുക്ക് നേരെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കാരണം നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങാപ്പാൽ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് ശകലം മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കണേ. അപ്പോൾ ദാണ്ട നല്ലതുപോലെ റെഡി ആയിട്ട് വന്നിട്ട് അടിപൊളി ടേസ്റ്റി ആയിട്ട് നമ്മുടെ ഈ ചിക്കൻ കറി അത് ഞാൻ ദാണ്ട ഒരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട്. ദാണ്ട നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഇതിൻ്റെ കൂടെ കഴിക്കുന്നത് പൊറോട്ട കേട്ടോ. അപ്പോൾ ദാണ്ട ഞങ്ങൾ കഴിക്കാൻ വേണ്ടി പൊറോട്ടയും ചിക്കൻ കറി എടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ്സ് ഇടാൻ മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സപ്പോർട്ട് കൂടെ ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ഇനിയും ചിക്കൻ കിട്ടും ഇതുപോലെ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ. ഓക്കെ ബൈ, താങ്ക് യു.